നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ ഇപ്പോൾ പുതിയൊരു ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ സേവിച്ച് മരിക്കണം എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയേ ഉള്ളൂ തൻ്റെ മോഹമെന്നും ഇപ്പോൾ കാണുന്നത് പോലുള്ള മറ്റ് പദവികളൊന്നും തൻ്റെ ലക്ഷ്യമല്ലെന്നും സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച ദേവി അവാർഡ് ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് പറഞ്ഞാൽ പ്രശ്നം ആകില്ലെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പത്രങ്ങൾ സുരേഷ് ഗോപി രാജിവെച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി എന്ന് വാർത്തയാക്കി പുകിലുണ്ടാക്കും. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി പോകുമെന്നും അദ്ദേഹം പറയുന്നു. ചടങ്ങിൽ സ്ത്രീകൾ തന്റെ ജീവിതത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ചും സുരേഷ് ഗോപി സംസാരിച്ചു. മുത്തശ്ശിയിൽ നിന്നും തുടങ്ങി അമ്മയിലേക്കും പിന്നീട് ഭാര്യ രാധികയിലേക്കും അങ്ങനെ തന്റെ ജീവിതത്തെ സ്വാധീനിച്ച എല്ലാ സ്ത്രീകളെയും അദ്ദേഹം സ്മരിച്ചു. വിവാഹത്തിന് ശേഷം കുടുംബത്തിന്റെ ശക്തിയായി രാധിക നിന്നുവെന്നും കുട്ടികളെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. എന്റെ വരുമാന രേഖകൾ പരിശോധിച്ചാൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കും. എന്റെ പേരിൽ ഒരു ഫ്ളാറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നില എന്റെ പേരിലും അടുത്തത് എന്റെ ഭാര്യയുടെ പേരിലുമായിരിക്കും. എന്റെ പേരിൽ എന്തൊക്കെ സ്വത്തുണ്ടോ അതിന്റെ പകുതി ഭാര്യയുടെ പേരിലാണ്. എന്റെ പേരിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ 2 എണ്ണം രാധികയുടെ പേരിലായിരിക്കും. മന്ത്രിസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും ഭാര്യയ്ക്ക് തുല്യമായ പങ്ക് നൽകി കൃത്യമായ രേഖ വരച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിലും ആ രേഖയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകനാകാൻ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്നത് ആത്മാർത്ഥതയാണെന്നും അത് ഉണ്ടെങ്കിൽ എതിരാളികൾ പോലും ഭയപ്പെടുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അദ്ദേഹം ഈ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈയിടെ കയറി വന്ന ഒരു പുത്തൻ ചിന്തയാണെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് മരിക്കണം, എന്നിട്ട് താഴമൺ കുടുംബത്തിൽ പുനർജനിച്ച് തന്ത്രി മുഖ്യനായി പ്രവർത്തിക്കണം എന്നാണ്. ഇത് പറഞ്ഞത് കൊച്ചി പാവക്കുളം ക്ഷേത്രത്തിൽ പണ്ഡിറ്റ് കറുപ്പന്റെ പേരിലുള്ള പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുന്ന അവസരത്തിലായിരുന്നു. ഈ കാര്യം താൻ പലതവണ തന്ത്രി കണ്ഠരർ രാജീവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് പോലെ മുദ്ര ചാർത്തി എൻ്റെ അയ്യനെ ഊട്ടണം, ഉറക്കണം, മന്ത്രങ്ങൾ ചൊല്ലി ഉത്തേജിപ്പിക്കണം. ആ തേജസ് ആഗിരണം ചെയ്ത് എൻ്റെ മന്ത്രങ്ങളിലൂടെ നൽകുന്ന ബ്രാഹ്മണനായി ജനിക്കണം എന്നും സുരേഷ് ഗോപി സാർ അന്ന് പറഞ്ഞിരുന്നു. അത് എൻ്റെ അവകാശമാണ്, അതിനെതിരെ ഒരുത്തനും വരാൻ അവകാശമില്ലെന്നും കൂടെ സുരേഷ് ഗോപി അന്ന് പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് ശബരിമല മാറ്റി ഗുരുവായൂർ ആക്കിയതിൻ്റെ കാരണം എന്തായിരിക്കും? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയൊക്കെ നടന്ന് ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ പങ്കുവച്ച തന്ത്രിയാണെങ്കിൽ 41 ദിവസം ജയിലിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് സുരേഷ് സാറിന് വലിയ നോട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റൊരു സംശയം, ഈ ഗുരുവായൂരപ്പനെ സേവിച്ച് മരിക്കണമെങ്കിൽ അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ആകേണ്ട കാര്യമുണ്ടോ എന്നതാണ്. അവിടെ പോയി ഭജനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കൂടിയാൽ മതിയാകില്ലേ? അപ്പോൾ സുരേഷ് ഗോപി സാറിന് സാധാരണ ഒരു ഭക്തനായാൽ കിട്ടുന്ന പരിഗണന പോരെന്നാണ് അർത്ഥം. ചുരുങ്ങിയ പക്ഷം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്കിലും ആകണം. എന്തായാലും സുരേഷ് ഗോപി സാറിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ എല്ലാം നടക്കട്ടെ. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ ആ MP സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ മറക്കരുത്. MP ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ട് മരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേര് ആ പാർട്ടിയിൽ ഇനിയുമുണ്ട്. അവരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും കൂടെ സഫലീകരിക്കാൻ സുരേഷ് ഗോപി സാർ സഹായിക്കണം.